ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഫുൾ ചിക്കൻ റോസ്റ്റാണ്. ഒരു ഫുൾ ചിക്കൻ എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിത് ഓവനിലല്ല ചെയ്യുന്നത്, ഒരു കടായിക്കകത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഫുൾ ചിക്കനാണിത്. ഏകദേശം 1 കിലോ 1.25 കിലോയോളം വരും ഇത്, ഇതിൻ്റെ തൂക്കം. ഇത് നമുക്കൊന്ന് വരിഞ്ഞു കൊടുക്കാം. ഡീപ്പ് കട്ട് വേണം കൊടുക്കാൻ. ഒന്നുകൂടെ ഒത്തിരി അങ്ങ് മുറിക്കരുത്, ഒത്തിരി ഡീപ്പാക്കരുത്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ തൈര്, ടേബിൾ സ്പൂൺ ആണ്, 1 ടീസ്പൂൺ നാരങ്ങാനീര്, ആവശ്യത്തിനുള്ള ഉപ്പ്. ആദ്യം ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് മസാല ഒന്ന് പരട്ടി കൊടുക്കാം. ചിക്കൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് നമുക്ക് മസാല പുരട്ടി കൊടുക്കണം. ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടാണ് നമ്മളിത് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇപ്പോൾ എല്ലാം മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ സമയത്തേക്കെങ്കിലും ഇത് മസാല പുരട്ടി വെക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു സവോള ഉള്ളി നീളത്തിലരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആകാണ്ട് ഒന്ന് സവോള ഒന്ന് വെന്ത് വരണം. ഒന്ന് കളർ മാറുന്നത് വരെ നമുക്കൊന്ന് വേവിച്ച് കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം, ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇത് മതിയാകും. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരല്പം ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഞാൻ 2 മുട്ട പുഴുങ്ങിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ചിക്കൻ്റെ അകത്തേക്ക് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി 2 മുട്ട നമുക്ക് ഫില്ല് ചെയ്യാം. ഒത്തിരി കൊള്ളത്തില്ല, അത് കാരണം നമ്മൾ 2 മുട്ടയും അതിൻ്റെ മസാലയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചിക്കൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നിറച്ച് കൊടുത്ത് ഒന്ന് സൂചി നൂലും വെച്ച് നമുക്കിതൊന്ന് തയ്ച്ച് കൊടുക്കണം. അല്ലെങ്കിൽ അത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് മസാലയൊക്കെ പോരാൻ സാധ്യതയുണ്ടാകും. അതുകൊണ്ട് നമുക്കിതൊന്ന് ഈ 2 മുട്ടയും മസാലയും കൊണ്ട് നമുക്ക് അതിനകത്തേക്ക് നിറച്ച് കൊടുത്തതിന് ശേഷം നന്നായി ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സൂചി നൂലും വെച്ച് നമുക്കിതൊന്ന് തയ്ച്ച് കൊടുക്കണം. ഇതതിപ്പം ഞാൻ അതിൻ്റെ വയറുഭാഗം നന്നായിട്ടൊന്ന് തയ്ച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ അതുപോലെ എടുത്ത് നമുക്ക് അതിനകത്തേക്ക് വെച്ച് അടച്ച് വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചിട്ടും പതുക്കെ എല്ലാ ഭാഗവും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത്.
ഞാൻ എല്ലാം തിരിച്ചു മറിച്ചിട്ട് ഇടുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾ സൂക്ഷിച്ചൊക്കെ ചെയ്യുക. അത് മറിഞ്ഞു വരാൻ സാധ്യത, മറിച്ചിടുമ്പോഴൊക്കെ എണ്ണയൊക്കെ മരി തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ചെയ്യുക. ഇപ്പോൾ ദാ ഇവിടെ വെന്തിട്ടുണ്ട്. ചിക്കൻ വെന്തിട്ടുണ്ട്. കണ്ട് ഞാനവിടെ കുറച്ച് ഇത് മാറ്റി നോക്കിയിട്ടുണ്ട്. അപ്പം വെന്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രഞ്ച് ബീൻസും ക്യാരറ്റും കുറച്ച് ഉള്ളിയും കൂടെ, ഒരു ഉള്ളിയും കൂടെ അരിഞ്ഞത് നമുക്ക് നേരത്തെ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ കൂട്ടത്തിൽ അല്പം ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞളും ഒക്കെ കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഈ 2-3 പച്ചക്കറികൾ ഞാൻ അതിനകത്ത് ചേർക്കുന്നുണ്ട്. അത് പ്ലേറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് പ്ലേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. ഞാനിത് ബോയിൽ ചെയ്തെടുക്കുകയല്ല ചെയ്തത്, ഞാൻ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഇഡലിത്തട്ടിൻ്റെ തട്ടിലേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയിട്ടെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ള കുറേ പച്ചക്കറികളാണ്. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഫ്രഞ്ച് ബീൻസ് ഒക്കെ കൂടിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടത് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പാറ്ററിങ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പം ആയിട്ടുണ്ട്. ഞാനിവിടെ പ്ലേറ്റിങ് ചെയ്യുകയാണ്. നല്ലൊരു ഡിന്നർ, ക്രിസ്മസിന് ഞാൻ ഉണ്ടാക്കിയ ഒരു ക്രിസ്മസ് ഡിന്നറായിരുന്നു ഇത്. നിങ്ങൾക്കും ഉണ്ടാക്കാം, ന്യൂ ഇയറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.